ഹലോ ഓൾ, വെൽക്കം ടു ഡീകോഡിംഗ് ദ മാർക്കറ്റിംഗ് സെക്ഷൻ. ഇന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് RBIയിൽ 650+ വേക്കൻസി, റെയിൽവേയിൽ 40,000+ വേക്കൻസി. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. RBI അവരുടെ വിവിധ റീജിയണൽ ഓഫീസുകൾക്ക് വേണ്ടിയിട്ട് 650 വേക്കൻസീസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം. സോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അവിടെ ഓരോ റീജിയണൽ ഓഫീസിനും ആവശ്യമുള്ള വേക്കൻസീസ് എത്രയാണ്. ഇപ്പോൾ തിരുവനന്തപുരം റീജിയൻ ആണെങ്കിൽ 6 വേക്കൻസി അവിടെ ഉള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. മുംബൈയിലാണെങ്കിൽ 249. നിങ്ങൾ ട്രിവാൻഡ്രം റീജിയൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ 6 വേക്കൻസിക്കാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരും, ഞാൻ എന്തുകൊണ്ട് മുംബൈ സെലക്ട് ചെയ്തുകൂടാ? അവിടെയാണ് ഒരു ചെറിയൊരു കെവിയറ്റ് അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോൾ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിനോടൊപ്പം ഈ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് നിങ്ങൾ എടുക്കണം. അപ്പോൾ തിരുവനന്തപുരം റീജിയൻ അപ്ലൈ ചെയ്ത ഒരാൾക്ക് മലയാളമാണ് അവരുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അതും വായിക്കാൻ അറിഞ്ഞിരിക്കണം, എഴുതാൻ അറിഞ്ഞിരിക്കണം, സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഒന്ന്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ട്രിവാൻഡ്രം റീജിയൻ ആണ്. മുംബൈയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കൊങ്കണി അല്ലെങ്കിൽ മറാത്തി അറിഞ്ഞിരിക്കണം. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നിങ്ങളോട് പറയണം. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടണം. അടുത്ത് നമുക്ക് റെയിൽവേയിലുള്ള 40,000 വേക്കൻസീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, റെയിൽവേ പ്രധാനമായിട്ടും 2 പരീക്ഷകളാണ് കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. ഒന്ന് RRB ഗ്രൂപ്പ് ഡി, മറ്റൊന്ന് RRB NTPC. സോ നമുക്ക് ആദ്യം ഗ്രൂപ്പ് ഡിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. സോ ഗ്രൂപ്പ് ഡിയിൽ ഏതാണ്ട് 21,000+ വേക്കൻസീസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ റീജിയണൽ സോൺ വൈസ് ആണ് അവർ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ 90 വേക്കൻസി. ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് നോർത്തേൺ റെയിൽവേ, ന്യൂഡൽഹി. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാമായിരുന്നു. സോ ന്യൂഡൽഹിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ആ 3,537 വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ സദേൺ റെയിൽവേ ചെന്നൈ എന്ന് വിളിച്ചിരിക്കുന്നത് കേരള, കർണാടക, തമിഴ്നാട് ഈ 3 റീജിയനും കൂടി ചേർത്തിയിട്ടാണ്. ഓക്കെ, അവിടെ 1036 വേക്കൻസീസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കറക്റ്റായിട്ട് കാറ്റഗറി വൈസ് ഡിവിഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. സോ ഈ നമ്പേഴ്സ് ഞങ്ങളുടെ റിസർച്ച് ടീമാണ് എടുത്തത്. അവർ അത്യാവശ്യം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, വളരെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനായിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്പർ ഓഫ് വേക്കൻസീസ്. ഇവിടെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഞങ്ങളിത് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ഓരോ എക്സാമും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ. നമുക്ക് മാർക്കറ്റിങ്ങിൽ നമ്മൾ അവരിങ്ങനെ പലതും പറയും 40,000+ വേക്കൻസി ഉണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? മറ്റൊരു കാര്യം, നിങ്ങൾ 2 സോണിൽ ഒരുമിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വളരെ വ്യക്തമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, പക്ഷേ 2 സോണിൽ ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് അവർ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ ന്യൂഡൽഹിയിലും അപ്ലൈ ചെയ്യുന്നു, ഞാൻ ചെന്നൈ സോണിലും അപ്ലൈ ചെയ്യുന്നു എന്ന് വെച്ചാൽ നടക്കില്ല. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു സോണിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അവിടുത്തെ പരീക്ഷ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. മലയാളത്തിൽ നിങ്ങൾക്ക് ഇവിടെ പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി NTPC റോള് നമുക്ക് നോക്കാം. NTPC ഡിഫറെൻറ്റ് വേക്കൻസീസിൻ്റെ നമ്പർ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം റീജിയൻ നിങ്ങൾക്ക് നോക്കാം, 58 വേക്കൻസി. സിക്കൻഡറാബാദ് എന്തുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ ഹൈദരാബാദ് റീജിയൻ ഏതാണ്ട് നമുക്ക് അടുത്തുള്ളൊരു റീജിയൻ എന്നുള്ളത് കൊണ്ടാണ്. 21 വേക്കൻസി. സിക്കൻഡറാബാദിൽ 396 വേക്കൻസീസ് അവൈലബിൾ ആണ്. സെൻട്രൽ റെയിൽവേ റീജിയൻ ആയതുകൊണ്ട്. RRB ചെന്നൈ നോക്കൂ, നിങ്ങൾക്ക് 187 വേക്കൻസീസ് ആണ് അവൈലബിൾ. ഓക്കെ, നിങ്ങൾ RRB തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ ആ 58 പേരിൽ ഒരാളാവാൻ ശ്രമിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഇൻറ്റൻസിറ്റിയും അത്രയും കൂടുതലായിരിക്കണം. അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറി വൈസ് വേക്കൻസീസിൻ്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറി 18 വേക്കൻസി, OBC 10 വേക്കൻസി, ഷെഡ്യൂൾ കാസ്റ്റ് 13, ഷെഡ്യൂൾ ട്രൈബ്സ് 13. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമല്ല ഓരോന്നിൻ്റെയും. സോ എക്സ് സർവീസ്മെന്റിന് വീണ്ടും സ്പെഷ്യൽ ആയിട്ടുള്ള ഇതിലൊരു പ്രൊവിഷൻ ഉണ്ട്. സോ ഇതാണ് യാഥാർത്ഥ്യം. ഇത് എന്തുകൊണ്ട് പറയണമെന്ന് വെച്ചാൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് പഠിക്കുന്നവരാണെങ്കിൽ ശരി, അവർ പ്രയോറിറ്റൈസ് ചെയ്യണം അവരുടെ പരീക്ഷ. സോ നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസിന് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ കുറച്ച് ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് മതി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് ഡി ക്ലിയർ ചെയ്യാൻ. സോ നിങ്ങളൊരു സ്പെഷ്യൽ കോച്ചിങ്ങിന് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ അതിൻ്റെ ടെസ്റ്റുകൾ ക്ലിയർ ചെയ്താൽ തന്നെ ധാരാളം. ഇത് എന്തുകൊണ്ട് ഞങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടെസ്റ്റുകൾ എടുക്കാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ നിങ്ങളോട് ചോദിച്ചു വന്നു, സർ ഇതിൻ്റെ ടെസ്റ്റുകൾ എന്തുകൊണ്ട് അവൈലബിൾ ആക്കിക്കൂടാ, ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പല ആൾക്കാരോടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു.
പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. ഇപ്പോൾ അത് ചിലപ്പോൾ യൂട്യൂബേഴ്സിൻ്റെയോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയോ ഒരു കുറ്റമല്ല. അവര് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെയാണ് പല മാർക്കറ്റിംഗ് ടെക്നിക്സ് അങ്ങനെയാണല്ലോ. ഓക്കെ. പക്ഷേ PSC മെത്തഡിൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഗൈഡൻസ് നൽകും. ഞങ്ങൾ യാഥാർത്ഥ്യം ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം വേക്കൻസീസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അത് വളരെ കൂടുതലായിരിക്കണം. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനെ ഡീകോഡിംഗ് ദ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു മോഡ്യൂൾ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾക്ക് യാഥാർത്ഥ്യം പറഞ്ഞു തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആൻഡ് നിങ്ങളെ ശരിയായ പാതയിൽ നയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്.